മിസ്റ്റർ മനോഹരൻ. അയാളിപ്പോ എത്തും. പിന്നെ മനോഹരനോട് ഈ പ്രശ്നം നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആള് വളരെ ബ്രില്യന്റാ. യെസ്, കമ്മിങ്. ആ, പറഞ്ഞതേ ഉള്ളൂ, ആളിങ് എത്തിക്കഴിഞ്ഞു. മനോഹര, ഇത് വിജിലൻസ് ഡിവൈഎസ്പി മിസ്റ്റർ ശിവരാമൻ. സർ, ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുക. താങ്ക് യു സർ. ഐ വിൽ ടേക്ക് ലീവ്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. ഓ, സച്ചിൻ, പ്ലീസ് സിറ്റ് ഡൗൺ. ഐ എം റിയലി സോറി. ഇന്നലെ രാത്രി വൈകിട്ടാണ് വന്നത്. കാര്യങ്ങളൊക്കെ വാച്ച്മാൻ പറഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട്? കുറച്ച് പെയിൻ ഉണ്ട്. ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? ഇരിപ്പുണ്ട്, ഒന്ന് ചൂടാക്കിയാ മതി. അയ്യോ, ഇങ്ങനെ ഇരുന്ന ക്ഷീണം കൂടും. എഴുന്നേറ്റ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. ഞാൻ ചൂടാക്കി കൊണ്ടുവരാം. അത് വേണ്ട, സച്ചിൻ ഓഫീസിൽ പോകാനുള്ളതല്ലേ, ഞാൻ ചൂടാക്കി കഴിച്ചോളാം. തിരക്കും തിരക്കില്ലായ്മയൊക്കെ നമ്മൾ തന്നെയല്ലേ സൃഷ്ടിക്കുന്നത്. മീരയ്ക്കിപ്പോ ഒരാളുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. ആ ഹെൽപ്പ് ഞാൻ ചെയ്യുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. അയ്യോ, അതല്ല സച്ചിൻ. മിണ്ടാതെ അവിടെ ഇരിക്കെ. ഫുഡ് റെഡി. ബുദ്ധിമുട്ടായില്ലേ? എന്ത് ബുദ്ധിമുട്ട്? മീര ഇരിക്കെ. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നേ? സോസ് ഒഴിക്കട്ടെ? സച്ചിൻ കഴിച്ചോ? സച്ചിന് കുക്ക് ചെയ്യാൻ അറിയാമോ? പിന്നെ ഭക്ഷണം ചൂടാക്കാൻ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിപ്ലോമ എടുത്തിരിക്കുകയല്ലേ. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. സച്ചിന് കല്യാണം കഴിക്കണ്ടേ? പഠിച്ചു തീർക്കാനാവാത്ത വലിയൊരു ഗ്രന്ഥപുരയാണ് പെണ്ണ് എന്നാണ് പറയുന്നത്. വയ്യാത്ത പണിക്ക് ഞാനില്ലേ. അയ്യോ, എന്താ മതിയാക്കിയത്? മെഡിസിൻ കഴിക്കാനുള്ളതല്ലേ, കുറച്ചുകൂടി കഴിക്കും മീര. മതി, വയറ് നിറഞ്ഞു. അതൊക്കെ അവിടെ വച്ചേക്ക്. എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. മെഡിസിൻസ് എവിടെ വെച്ചിരിക്കുന്നത്? ദേ അവിടെ. ആ, ഹലോ ഹരി. മീര, ആർ യു ഓക്കെ? ഫുഡ് കഴിച്ചോ? ഇപ്പൊ കഴിച്ചു. അമ്മയോട് അങ്ങോട്ട് വരാൻ പറയണോ? വേണ്ട, ഇവിടെ ഇപ്പൊ ഹെൽപ്പിന് സച്ചിനുണ്ട്. ഹരി വേഗം ഒന്ന് വന്നാ മതി. ഫോണിൽ തന്നെ. മീര ആദ്യം ടാബ്ലറ്റ് കഴിക്കേ. ഹലോ. ഡോണ്ട് വറി ഹരി, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. സച്ചിന് ഓഫീസിൽ പോണ്ടേ? അയ്യോ, അതൊന്നും കാര്യാക്കണ്ടെന്നേ. ഹരി വരും വരെ മീരയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഓക്കെ? ഓക്കെ. അപ്പൊ വന്നിട്ട് കാണാം. സാഗർ, സാഗർ. ശിവൻജിയോ? കാര്യങ്ങളൊക്കെ എവിടെ വരാ ശിവൻജി? ചില ക്ലാരിഫിക്കേഷൻസ് അതേക്കുറിച്ച് ചോദിച്ചറിയാനാ വന്നത്. ഹിമ ഇപ്പോഴെങ്കിലും സ്വന്തം പ്രശ്നങ്ങളിൽ നിന്ന് ഓടി വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഹിമ വളരെ ബോൾഡായിരുന്നു. ഇരിക്കൂ ശിവൻജി. ഇരിക്കോ. ഹിമയും ഒരു ഫാഷൻ ഡിസൈനർ ആയിരുന്നല്ലേ? അതെ, മോഡലും മോഡൽ കോർഡിനേഷനും ഒപ്പം ഡിസൈനിങ് ഉണ്ടായിരുന്നു. ഹിമയ്ക്ക് സ്വന്തം ഫാമിലിയുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടിയിരുന്നു. അവളുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയില്ല. ഈ വീട് അടുത്ത കാലത്ത് സാഗർ വാങ്ങിയതല്ലേ? അത് ബാങ്കിൽ നിന്ന് വലിയൊരു തുക ലോൺ എടുത്തിട്ടാ. ഓക്കെ. പക്ഷേ ഒപ്പം ഹിമയും കുറിയറ തുറന്നത് സഹായിച്ചിരുന്നല്ലേ? എന്ന് പറഞ്ഞാൽ
ഒരു 6 ലക്ഷം. ഇല്ല ശിവൻജി, ഹിമ എനിക്കാണ് 6 ലക്ഷം രൂപ തരാനുള്ളത്. പല ബാങ്കിൽ നിന്നായി ഹിമ 6 ലക്ഷം രൂപ സാഗറിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്നതിന്റെ വോച്ചേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. ഹിമയ്ക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട്. പല ഘട്ടങ്ങളിലും ഞാൻ അവളെ സഹായിച്ചിട്ടുമുണ്ട്. പക്ഷേ ഞാൻ ലിക്വിഡ് ക്യാഷായി നൽകിയത് എനിക്ക് അവൾ എൻ്റെ അക്കൗണ്ട് വഴി തിരിച്ചു നൽകിയെന്ന് മാത്രം. സാഗറിന്റെ സ്വപ്നമായിരുന്നു സ്വന്തമായ ഒരു വീട്. അത് സാധിച്ചപ്പോൾ ഹിമയേക്കാൾ മികച്ചൊരു പങ്കാളി വേണമെന്ന് തനിക്ക് തോന്നി, ശരിയല്ലേ? ശിവൻജി നോ. വീടിന്റെ ആവശ്യത്തിന് പണം വേണ്ടി വന്നു. ഞാൻ കൊടുത്ത പണം ചോദിച്ചു, എനിക്ക് അവൾ തന്നു. എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോ തൃപ്തികരമായ മറുപടി അവൾ എനിക്ക് തന്നില്ല. അതാണ് സത്യം. ശരി, പക്ഷെ തെളിവുകളായി നിൽക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് എങ്ങനെ നടിക്കും സാഗറെ? അന്ന് പാർട്ടി നടന്ന ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് പാർട്ടിയിൽ പങ്കെടുത്തില്ല, മിസ്റ്റർ ഹരി. അവനൊന്ന് ഓഫീസിൽ മറ്റെന്തോ തിരക്കായിരുന്നു. ഓക്കെ, വിൽ മീറ്റ് അഗൈൻ. എക്സ്ക്യൂസ് മീ, മീരയല്ലേ? ഹരിയുടെ വൈഫ്? മനസ്സിലായില്ല. ഞാൻ സാഗറിന്റെ സുഹൃത്ത് ശിവരാമൻ. ഹിമയുടെ വണ്ടിയിൽ നിന്നും നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കിട്ടിയിരുന്നു. അത് കണ്ട് സാഗറുടെ ചോദിച്ചപ്പോഴാണ് മീരയെ മനസ്സിലായത്. ഹരിയും സാഗറും സാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ സർ വിശേഷിച്ച്? നിങ്ങളുടെ അടുത്ത കൂട്ടുകാരിയായിരുന്ന ഹിമയെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും മീരയ്ക്ക് അറിയുമായിരുന്നോ? എന്ന് പറയാൻ കഴിയില്ല, കുറച്ചൊക്കെ അറിയാം. ഹരിക്ക് ഹിമയുമായി ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായിട്ട് മീരയ്ക്ക് അറിയാമോ? അവൾക്കെന്തോ ടൈറ്റ് വന്നപ്പോ ഹെൽപ്പ് ചെയ്തിരുന്നു, അത്രമാത്രം അറിയാം. ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു 25 ലക്ഷം? 25 ലക്ഷോ? ഹേയ്, അതൊന്നും ഉണ്ടാവില്ല. അതൊരു സത്യമാണ്. പക്ഷേ അങ്ങനൊരു ഡീലിങ്ങിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ദാറ്റ്സ് ഓക്കെ. അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ വെറുതെ ക്യൂരിയോസിറ്റി ചോദിച്ചതാ. മീര, യു ക്യാരി ഓൺ. ബൈ. ഞാൻ ഇറങ്ങുവാ മോനെ. എന്താ അമ്മയ്ക്ക് ഇത്ര ധൃതി? മീര ഇപ്പൊ വരും, വന്നിട്ട് പോന്നേ. അവളെ വിളിച്ചപ്പോഴാ അറിഞ്ഞത് നിന്റെ ചെന്നൈ യാത്രയും മീരയുടെ കൈയുടെ കാര്യവും. അതാ ഓടി വന്നൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചത്. പക്ഷേ ഇനിയും വൈകിയ അച്ഛനോട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇപ്പോ അച്ഛനെ നല്ല ക്ഷീണമുണ്ട്. ഇങ്ങനെ ഓടിപ്പിടിച്ച് വരണ്ടാന്ന് കരുതിയാ ഈ കാര്യങ്ങളൊന്നും അമ്മയെ അറിയിക്കായിരുന്നത്. പിന്നെ അച്ഛനോട് ആവശ്യമില്ലാതെ പുറത്തേക്കൊന്നും ഇറങ്ങണ്ടെന്ന് പറ. അച്ഛനിപ്പോ പണ്ടത്തെ പോലെ യാത്രയും സാമൂഹ്യ പ്രവർത്തനവും ഇപ്പൊ ഇല്ല മോനെ. നടക്കുമ്പോ കാൽമുട്ടുകൾക്ക് തീരെ ബലം പോരാ. മറ്റന്നാ അച്ഛനെ ഡോക്ടറെ കാണിക്കാൻ വരുമ്പോ ഞാനോ മീരയോ വരാം. നിന്നെ എനിക്ക് പ്രതീക്ഷയില്ല, പക്ഷെ എന്റെ മോള് വരുമായിരിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോനെ. അമ്മയെ ഞാൻ കൊണ്ടാക്കാം. വേണ്ട, അപ്പു നേരെ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്.